ഇതുവരെ ചെയ്തത് ആ പുഴയിൽ കഴിഞ്ഞ ദിവസം സ്പോട്ട് നമ്പർ 3 കോൺടാക്ട് പോയിന്റ് 3-ൽ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഡൈവ് ചെയ്ത് ചെന്നപ്പോൾ കണ്ടെത്തിയ ടവറിൽ നിന്ന് ഘടിപ്പിച്ചിരുന്ന മറുകരയിലേക്ക് ഘടിപ്പിച്ചിരുന്ന ഇലക്ട്രിസിറ്റി വയറുകൾ, വൈദ്യുതി കടന്നു പോകുന്ന ആ കേബിളുകൾ അതിപ്പോൾ കരയിലേക്ക് വലിച്ച് അടുപ്പിക്കുകയാണ്. അതിനായി ആ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും അവിടെ വന്നിട്ടുണ്ട്. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൈവിംഗ് ഇപ്പോൾ നടക്കുന്നില്ല. പുഴയ്ക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന കേബിളുകളിൽ കുടുങ്ങിക്കിടക്കുന്ന വലിയ മരങ്ങൾ അതൊക്കെയാണ് ഇന്നലെ അവിടെ കണ്ടെത്തിയത്. കോൺടാക്ട് പോയിന്റ് 3 എന്ന് പറയുന്ന ഭാഗത്തായിരിക്കാം ഈ ടവർ അല്ലെങ്കിൽ മറ്റൊരു ടാങ്കറിന്റെ ക്യാബിൻ ഉള്ളത്. ദീപക് മലയമ്മ നമുക്കൊപ്പം ഉണ്ട്. ദീപക്, ആ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന മരങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കുന്നത് ആ ടവറിൽ നിന്ന് ടവറിനൊപ്പം നദിയിലേക്ക് പതിച്ച കേബിളിലാണ്. ആ കേബിൾ നീക്കം ചെയ്യുന്നതിനായി അവിടെ നിന്ന് ഈ വൈദ്യുത വകുപ്പിലെ ആളുകളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് MLA സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണോ ഇപ്പോഴവിടെ? അതെ സുജയ, ആ കേബിളുകൾ പൂർണ്ണമായും നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. അത് നീക്കം ചെയ്ത ശേഷം മാത്രമേ ഒരു ഡീപ്പ് ഡൈവിങ്ങിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഏതാണ്ട് 60 ഫീറ്റിലേക്ക് പോകണമെന്നുള്ളതാണ് മൽപെ പറയുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും സാധ്യതകൾ ഏതെങ്കിലും തരത്തിൽ അതിന് താഴെ ലോഹ പാർട്ടുകൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരിശോധന പൂർണ്ണതോതിൽ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള നീക്കങ്ങൾ ആ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹം ഉൾപ്പെടെ ഈശ്വർ മൽപെ ഉൾപ്പെടെയുള്ള സംഘം ഗംഗാവലിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കരുതിയിരുന്നത് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ ഒരു നീക്കം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരത്തിലല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അവിടെ അവരുടെ പരിമിതി തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു ദൗത്യം നടക്കുമ്പോൾ അവരുടെ ജീവൻ്റെ കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് അത്തരത്തിൽ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ കേബിൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കം നടക്കുകയും ചെയ്യുന്നത്. വള്ളത്തിലൊക്കെ എത്തി തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ആ ഭാഗത്ത് പുരോഗമിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ ആ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നേരത്തെ തന്നെ ഒരു ആങ്കറിങ്ങിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് കൂടി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഏതൊക്കെ രീതിയിൽ അവിടെ ഒരു ഡൈവിങ്ങിനുള്ള സാധ്യതകളുണ്ടോ ആ സാധ്യതകളെല്ലാം തേടുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ലക്ഷ്യമായി ഈ സംഘം കാണുന്നത്. അതിന് നേവിയുടെയും SDRFൻ്റെയും NDRFൻ്റെയും ഒക്കെ സംഘങ്ങൾ സംയുക്തമായി ഒരു പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സംയുക്ത ഓപ്പറേഷൻ എന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോഴുമുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ആ റിസൾട്ടിലേക്ക് എത്താൻ ഇനിയും എത്ര സമയം കാത്തിരിക്കണമെന്നുള്ള ചോദ്യമാണ്. ഇന്നിപ്പോൾ 13 ദിവസം ആയിരിക്കുന്നു. 13 ദിവസമായി പല വിധത്തിലുള്ള ആശയങ്ങൾ, പല വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒക്കെ കൊണ്ടുവരികയും ആശയങ്ങൾ രൂപീകരിക്കപ്പെടുകയും പിന്നീട് അതേക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നടന്നിട്ടും ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിസൾട്ടിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നതിലുള്ള നിരാശ ഈ അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ കേരളം ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് തിരച്ചിൽ ഇത്ര പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് കുറച്ചു കൂടി തിരച്ചിൽ ഊർജിതമാക്കി നടത്തണം. അവിടെ കുടുങ്ങിക്കിടക്കുന്ന അർജുനെയും ഒപ്പം തന്നെ ലോകേഷിനെയും ജഗന്നാഥനെയും ഒക്കെ കണ്ടെത്തണം എന്നുള്ളതാണ് ഒരു നിലപാടായി സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെടൽ ഉറപ്പാക്കാമെന്നുള്ള ഒരു വാക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ മന്ത്രി AK ശശീന്ദ്രൻ എത്തിയപ്പോഴും അദ്ദേഹം റവന്യൂ മിനിസ്റ്ററി ഉൾപ്പെടെ വിളിച്ച് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരും ആ തരത്തിൽ തുടർ തെരച്ചിലുകൾ നടത്തുമെന്നുള്ള ഒരു ഉറപ്പാണ് മന്ത്രിക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ വരും ദിവസങ്ങളിലും ഇപ്പോൾ ഈ കാണുന്നത് പോലെ CP4-ലും CP3-ലും പരിശോധന തുടരാനുള്ള സാധ്യതകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിലൊരു റിസൾട്ടിലേക്ക് എത്തുന്നത് വരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഈശ്വർ മൽപെ ഈ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമുണ്ടെങ്കിൽ മാത്രമായിരിക്കും അതിനൊരു തടസ്സം താൽക്കാലികമായി തന്നെയെങ്കിലും ഉണ്ടാവുക. അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഈ ജലത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ സീറോ വിസിബിലിറ്റി കൂടി ആയതുകൊണ്ട് ദേഹത്തൊക്കെ മുറിവുകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുളത്തിലോ ഒക്കെ രക്ഷാദൗത്യം നടത്തുന്നതിന് സമാനമല്ല. ഗംഗാവലിയിലേക്ക് ഒഴുകിയെത്തിയ മരങ്ങൾ, ഒപ്പം തന്നെ അവിടെ തകര ഷീറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് കാണാൻ പോലും സാധിക്കാത്ത ഒരു ഇടത്തേക്കാണ് അദ്ദേഹം ജീവൻ പണയം വെച്ച് എടുത്തു ചാടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുറിവുകൾ ഏൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ദൗത്യം ഇനി എത്ര നാൾ തുടരുമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നത്. അപ്പോഴും സംസ്ഥാനം പറയുന്നത് കർണാടകയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ ശക്തമായ തെരച്ചിൽ വേണമെന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ ഉത്തര കന്നഡ കളക്ടറുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ആകെ ആ ഒരു മേഖലയിൽ ഡൈവിംഗ് നടത്താൻ നിലവിൽ പെർമിഷൻ ഉള്ളത് ഈശ്വർ മൽപയ്ക്ക് മാത്രമാണ്. നമ്മൾ ഇതുവരെ നടന്ന തെരച്ചിലിൽ ഡൈവിംഗിൽ കണ്ടെത്തിയ ടവറിന്റെ ഭാഗം, അതോടൊപ്പം തന്നെ ഈ തകര ഷീറ്റുകൾ, അതൊക്കെയാണ് മാൽപെ കണ്ടതെന്നല്ല മാൽപെ തൊട്ടറിഞ്ഞത്. അതിൽ ഈ ഹൈ ടെൻഷൻ ഇലക്ട്രിക് കേബിൾ ഉണ്ട്. അത് അവിടെ നിന്ന് മാറ്റുമ്പോൾ തന്നെ അതിൽ അടിഞ്ഞു കിടക്കുന്ന കുറേ സാധനങ്ങൾ ഈ ശക്തമായ അടിയൊഴുക്കിൽ ഒഴുകി
പോകും. അപ്പോൾ കുറച്ചുകൂടി ഡൈവിംഗ് എളുപ്പമാക്കാനും സാധിക്കും. അപ്പോൾ ഈ ഹൈടെൻഷൻ കേബിളുകൾ നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവിടെ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ എത്തി നടത്തുന്നുണ്ടോ? അതിൻ്റെ ഇങ്ങേയറ്റം മാൽപ്പയ്ക്കും സംഘത്തിനും അതിൻ്റെ എവിടെയാണ് കിടക്കുന്നതെന്നൊക്കെയുള്ളത് അവർ കണ്ടെത്തി കൊടുത്തിരുന്നല്ലോ. കാര്യങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അതായത് NDRF സംഘവും ഒപ്പം തന്നെ ഈ മൽപ്പയും ഒരു CP3 എന്ന് രേഖപ്പെടുത്തിയ മൺതിട്ടയുടെ അരികിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും എളുപ്പത്തിൽ അത് നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കേവലം ഈ ഒരു ഹൈടെൻഷൻ കേബിൾ നീക്കിയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ദൗത്യം കുറച്ചുകൂടി എളുപ്പത്തിൽ സാധ്യമാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് സീറോ വിസിബിലിറ്റിയാണ്. അതുകൊണ്ട് ഇനിയും ആഴങ്ങളിലേക്ക് ഉള്ളിയിട്ട് പോകുമ്പോൾ അവിടെ ഏതൊക്കെ തരത്തിൽ ഒബ്ജക്റ്റുകൾ അദ്ദേഹത്ത് പതിക്കുന്ന രീതിയിലുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് കാണാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് ജില്ലാ കളക്ടർ അനുമതി എന്നുള്ളത് സാങ്കേതികമായി മൽപ്പയ്ക്ക് മാത്രമാണ് ഇപ്പോൾ ഡീപ്പ് ഡൈവ് ചെയ്യാൻ കഴിയുക. അല്ലാതെ അദ്ദേഹം തന്നെ എഴുതി നൽകിയത് കൊണ്ടാണ് അതെങ്കിലും സാധ്യമാകുന്നത്. അല്ലാതെ നേവി സംഘത്തിന് നിലവിൽ ഡൈവ് ചെയ്യാൻ ഉതകുന്ന സാഹചര്യമില്ല. നേവി സംഘത്തിനെ സംബന്ധിച്ച് അവർക്ക് അവിടേക്ക് നിലവിൽ ആ ഒരു കറണ്ടിൽ ഡൈവ് ചെയ്യാൻ പെർമിഷൻ കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മൽപ്പെ പിൻവാങ്ങുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അത് ദൗത്യത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കത് ഇപ്പോൾ കൃത്യമായി തന്നെ പറയാനും സാധിക്കും. അതുകൊണ്ട് എത്ര സമയം ഇത്തരം ശ്രമങ്ങളുമായി ഈ ഈശ്വർ മൽപ്പെ തുടരും എന്നുള്ള ചോദ്യവും കൂടി നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടത്തോടു കൂടി അദ്ദേഹം ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെ നമ്മൾ ഈ ഒരു ഘട്ടത്തിലും പ്രതീക്ഷിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് വാഹനത്തിൻ്റെ പാർട്ടുകളോ അല്ലെങ്കിൽ കൃത്യമായി ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന CP3-ലും CP4-ലും ഏത് തരത്തിലുള്ള ലോഹ പാർട്ടുകളാണ് എന്നുള്ളതെങ്കിലും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ